ഇന്നത്തെ ചോദ്യം, നിന്റെ പ്രാർത്ഥനകൾക്ക് എപ്പോൾ ഉത്തരം ലഭിക്കും? എന്താണ് ചോദ്യം? എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യമാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യം എപ്പോൾ കിട്ടും, നിന്റെ പ്രാർത്ഥനകൾക്ക് എപ്പോൾ ഉത്തരം ലഭിക്കും എന്ന ഒരു ചോദ്യം. ഇന്നത്തെ ഒന്നാം വായനയിൽ ഹെബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ ഈശോ ഒരു കാര്യം പ്രാർത്ഥിച്ചതിന് ഉത്തരം കിട്ടിയതിനെ കുറിച്ചാണ് ലേഖനകർത്താവ് എഴുതിയിരിക്കുന്നത്. ഹെബ്രായ ലേഖകൻ എഴുതുകയാണ്, അവൻ നിലവിളിച്ച് പ്രാർത്ഥിച്ചു, കണ്ണുനീരോടും വിലാപത്തോടും കൂടെ ആർത്തനാദത്തോടുകൂടെ പ്രാർത്ഥിച്ചു. ആര്? ഈശോ കണ്ണുനീരോടുകൂടെ ഉച്ചത്തിൽ നിലവിളിച്ച് പ്രാർത്ഥിച്ചു. അവന്റെ ദൈവഭയം മൂലം അവന്റെ പ്രാർത്ഥന കേട്ടു. ഈശോ എന്താണ് നിലവിളിച്ച് പ്രാർത്ഥിച്ചത്? ഈശോ നിലവിളിച്ച് പ്രാർത്ഥിച്ചത് ഈ പ്രയാസത്തിൽ നിന്ന്, ഈ പീഡാസഹനത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ എന്നാണ് ഈശോ പ്രാർത്ഥിച്ചത്. അതായത് ഈ മരണവക്രത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ എന്ന് ഈശോ ഉച്ചത്തിൽ നിലവിളിച്ച് പ്രാർത്ഥിച്ചു. എവിടെ വെച്ചാണ് പ്രാർത്ഥിച്ചത്? ഗെത്സെമീൻ തോട്ടത്തിൽ വെച്ച് ഈശോ പ്രാർത്ഥിച്ചു. അധികം താമസിക്കാതെ തന്നെ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടി. എപ്പോഴാണ് ഉത്തരം കിട്ടിയത്? മരിച്ചു 3-ാം ദിവസം. കൈയടിച്ച് നമുക്ക് കർത്താവിന് നന്ദി പറയാം. അപ്പോൾ ലേഖകൻ എഴുതുകയാണ്, അവന്റെ പ്രാർത്ഥന കേട്ടില്ല എന്നല്ല എഴുതിയിരിക്കുന്നത്, അവന്റെ ദൈവഭയം മൂലം അവന്റെ പ്രാർത്ഥന കേട്ടു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം എപ്പോൾ ഉത്തരം തരും എന്നതിന് ഉള്ള ആ ചോദ്യത്തിനുള്ള ഉത്തരം യഥാസമയം, കൃത്യസമയത്ത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഈശോ പ്രാർത്ഥിച്ചപ്പോൾ കുരിശുമരണത്തിന് മുമ്പ് തന്നെ ഈശോയെ മരണത്തിൽ നിന്ന് പിതാവ് രക്ഷിച്ചു എന്ന് വിചാരിക്കുക. പിന്നെ കുരിശുമരണം ഉണ്ടാകുമോ? ഇല്ല. പുനരുദ്ധാനം ഉണ്ടാകുമോ? രക്ഷാകര ചരിത്രം ഉണ്ടാകുമോ? ഇല്ല. അപ്പോൾ രക്ഷാകര ചരിത്രം പൂർത്തീകരിക്കപ്പെടുന്ന ഒരു സമയമുണ്ട്. നിന്നെ ദൈവം ഏൽപ്പിച്ച ഒരു ദൗത്യം പൂർത്തീകരിക്കുന്ന, ദൈവത്തിന് ഏറ്റവും കൂടുതൽ മഹത്വം ലഭിക്കുന്ന ഒരു സമയത്ത്, അതാണ് ആ ചോദ്യത്തിന്റെ ഉത്തരം. എപ്പോഴാണ് നമുക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്നത്? ദൈവത്തിന് ഏറ്റവും കൂടുതൽ മഹത്വം ലഭിക്കുന്ന ഒരു സാഹചര്യത്തിൽ ദൈവം നിന്നെ രക്ഷിക്കും. ഒരു ഉദാഹരണത്തിന്, ലാസറിനെ ദൈവം മോചിപ്പിച്ചു. ലാസറിന്റെ പെങ്ങന്മാര് വിചാരിച്ചു രോഗിയായി കിടക്കുന്നവനെ കർത്താവ് സുഖപ്പെടുത്തുമെന്ന്. പക്ഷേ രോഗിയായവനെ സുഖപ്പെടുത്തുക എന്നതിനേക്കാൾ വലിയ അത്ഭുതമാണ് മരിച്ചവനെ ഉയർപ്പിക്കുക എന്നത്. അപ്പോൾ മരിച്ചവനെ ഉയർപ്പിച്ചപ്പോ ദൈവത്തിന് ഏറ്റവും കൂടുതൽ മഹത്വം കിട്ടി. അവർക്കും ആ മഹത്വത്തിൽ പങ്കാളികളാകാൻ സാധിച്ചു. കൈയടിച്ച് നന്ദി പറയാം. അപ്പോൾ ചില പ്രാർത്ഥനകളുടെ ഉത്തരം വൈകുന്നതിന്റെ കാരണം അത് കൂടുതൽ മഹത്വം ദൈവത്തിന് ലഭിക്കുന്ന ഒരു സമയത്തിന് വേണ്ടി ദൈവം കാത്തിരിക്കുകയാണ് എന്നുള്ളതാണ്. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ, ഈശോയേ. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം വൈകുന്നു എന്ന് പരാതിയുള്ള എല്ലാവർക്കും ഇത് ഒരു ആശ്വാസവചസാണ്. നമുക്ക് കണ്ണുകളടക്കാം. നമ്മുടെ അനുദിന ജീവിതത്തിൽ കർത്താവിന്റെ സമയത്തിനു വേണ്ടി കാത്തു നിൽക്കുന്നതിൽ നമ്മൾ അക്ഷമരായി തീർന്ന സമയങ്ങളെ ഓർത്ത് അനുതപിക്കുകയും, കർത്താവേ, നീ യഥാസമയം ഞങ്ങൾക്ക് ഏറ്റവും നന്മയായിട്ടുള്ളത് ചെയ്തു തരും എന്ന ബോധ്യത്തോടെ മുന്നോട്ട് പോകാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. നമുക്ക് കരങ്ങൾ ഉയർത്തി 21 പ്രാവശ്യം യേശുനാമം വിളിച്ച് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാം. ഈശോയേ, 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 ഈശോയേ.
ഈശോയേ 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 ഈശോയേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കും.